Hi dears, Calicut University UG admission 2020 ഫസ്റ്റ് അലോട്ട്മെന്റ് ഓൾറെഡി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെന്റ് ഡീറ്റെയിൽസ് ഒക്കെ നോക്കിയിട്ടുണ്ടാവും. ലോഗിൻ ചെയ്തിട്ട് നമുക്ക് ഏത് കോളേജിലാണ് അഡ്മിഷൻ കിട്ടിയെന്നുള്ള ഡീറ്റെയിൽസ് നോക്കുക, അത്രേ ഉള്ളൂ. പിന്നെ ഫീ അടയ്ക്കുക, യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കേണ്ടതായിട്ടുണ്ട്, മാൻഡേറ്ററി ഫീ. അപ്പോൾ ആ രീതിയിലാണ് ഫസ്റ്റ് അലോട്ട്മെന്റിൽ നമ്മൾ സീറ്റ് ഉറപ്പുവരുത്തേണ്ടത്. ഇനി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിലേറ്റഡ് ആയിട്ട് തന്നെ ഇൻഡെക്സ് മാർക്സ് ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ സൈറ്റിൽ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അപ്പം ജസ്റ്റ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇവിടെ ഇൻഡെക്സ് മാർക്ക് 2020 എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ തന്നെ നമ്മൾ പ്രോഗ്രാമും ഡിസ്ട്രിക്റ്റും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ കോളേജിൽ ആ പ്രോഗ്രാമിൽ പെർട്ടിക്കുലർ പ്രോഗ്രാമിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ എത്രയാണ് ലാസ്റ്റായിട്ട് കയറി ഇൻഡെക്സ് മാർക്ക് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ കാണാൻ പറ്റുന്നതാണ്. സോ ലെറ്റ്സ് ചെക്ക് വൺ ഓഫ് ദം. ഓക്കെ, BA എക്കണോമിക്സ് നോക്കുന്നു, ഡിസ്ട്രിക്റ്റ് ഓക്കെ കോഴിക്കോട് കൊടുത്തു. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അതിനനുസരിച്ചുള്ള ഡീറ്റെയിൽസ് കൊടുക്കുക. എന്നിട്ട് സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ പെർട്ടിക്കുലർ കോളേജിൽ ആ പെർട്ടിക്കുലർ കോഴ്സ് ഡിഫറെൻറ്റ് കോളേജസിൽ എത്ര ഇൻഡെക്സ് മാർക്കിനാണ് കയറിയിട്ടുള്ളത് എന്നുള്ള ഡീറ്റെയിൽസ് കാണാം. സോ യു ക്യാൻ സീ ഹിയർ എല്ലാ കോളേജും ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. BA എക്കണോമിക്സ് ഉള്ള കോളേജസ് എല്ലാം ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. എയ്ഡഡ് ആണോ സെൽഫ് ഫിനാൻസിങ് ആണോ എന്നുള്ള ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. അവിടെയൊക്കെ ഓരോ കാറ്റഗറിയിലും ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ലാസ്റ്റ് കയറിയിട്ടുള്ള ഇൻഡെക്സ് മാർക്കാണ് ഈ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഇനി നമുക്ക് വെയിറ്റിംഗ് ഓപ്ഷൻസ് കിടക്കുന്നുണ്ടല്ലോ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞിട്ട്. അപ്പോൾ വെയിറ്റിംഗ് ഓപ്ഷൻസ് ഈ ഒരു ഇൻഡെക്സ് മാർക്കായിട്ട് കമ്പയർ ചെയ്യുക. ആ കോളേജുകളുടെ ഒക്കെ എങ്ങനെയാണ് നിങ്ങൾ കൊടുത്തിട്ടുള്ളത് എങ്ങനെയാണെന്നുള്ള രീതിയിൽ കമ്പയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് അലോട്ട്മെൻറ്റ്സിൽ നമുക്ക് ചാൻസ് ഉണ്ടോ എന്നുള്ളത് മനസ്സിലാവുന്നതാണ്. ഇനി നമുക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഡീറ്റെയിൽസ് കാണാം. ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നമ്മൾ അഡ്മിഷൻ എടുക്കുകയൊന്നും ചെയ്തിട്ടില്ല അല്ലേ, ആകെ മാൻഡേറ്ററി ഫീ അടച്ചു. ഈ അഡ്മിഷൻ എടുക്കുക എന്നുള്ള പ്രോസസ്സ് വരുന്നത് സെക്കൻഡ് അലോട്ട്മെൻറ്റിലാണ്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് കാണാം. സോ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് പറഞ്ഞിരിക്കുന്നത് സ്പെസിഫൈഡ് ഡേറ്റിൽ തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്നതായിരിക്കും. അതായത് 6-ാം തീയതി ഒക്ടോബർ 6-നാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്ന യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടുള്ളത്. സോ ഒക്ടോബർ 6-ന് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വിൽ ബി പബ്ലിഷ്ഡ്. ആൻഡ് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നമ്മൾ ഓൾറെഡി മാൻഡേറ്ററി ഫീ അടച്ചിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ വീണ്ടും ഫീ അടയ്ക്കേണ്ട കാര്യമില്ല. ഓക്കെ, ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ആർക്കെങ്കിലും ഈ അലോട്ട്മെൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ വീണ്ടും അലോട്ട്മെൻറ്റ് വന്നിട്ടുണ്ടാവും. ഹയർ ഓപ്ഷൻസ് ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവും, അതിനനുസരിച്ചിട്ട് നോക്കുക. പക്ഷേ വീണ്ടും നമ്മൾ മാൻഡേറ്ററി ഫീ അടയ്ക്കേണ്ട കാര്യമില്ല. ഇനി പുതുതായി സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ആർക്കെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് മാൻഡേറ്ററി ഫീ അടയ്ക്കേണ്ടതാണ്. അപ്പോൾ ആരാണ് ഫീ അടയ്ക്കേണ്ടത്? സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഓൾറെഡി ഫീ അടച്ച ഒരാൾ വീണ്ടും അടയ്ക്കേണ്ട കാര്യമില്ല. സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പുതുതായിട്ട് അലോട്ട്മെൻറ്റ്സ് വന്നിട്ടുള്ള കാൻഡിഡേറ്റ്സ് മാത്രം യൂണിവേഴ്സിറ്റിയുടെ മാൻഡേറ്ററി ഫീ അടച്ചാൽ മതി. ഓക്കെ, ദാറ്റ് ഈസ് ക്ലിയർ. ഇനി ഓപ്ഷൻസ് നോക്കേണ്ട കാര്യം, നമ്മൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് നമുക്ക് കിട്ടിയ ഓപ്ഷനിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഹയർ ഓപ്ഷൻസ് നമ്മൾ ഡിലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും നമ്മൾ ചെയ്തതാണ്. നമുക്ക് കിട്ടിയ അലോട്ട്മെൻറ്റിൽ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഹയർ ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്യേണ്ടതാണ്. ഇനി ഹയർ ഓപ്ഷൻ ഡിലീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിലോ അടുത്ത അലോട്ട്മെൻറ്റ് വരുമ്പോൾ നമ്മൾ അതിൽ കൺസിഡർ ചെയ്യും. അപ്പം ഹയർ ഓപ്ഷൻസിലേക്ക് നമ്മൾ മൂവ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ ഓൾറെഡി ഇപ്പോൾ കിട്ടിയിട്ടുള്ള അലോട്ട്മെൻറ്റ് മാറിയിട്ട് ഹയർ ഓപ്ഷൻ നമുക്ക് പിന്നീട് കിട്ടുന്ന ഓപ്ഷൻ ആയിരിക്കും നമ്മൾ തീർച്ചയായിട്ടും സെലക്ട് ചെയ്യേണ്ടി വരിക. നമുക്കത് ഇഷ്ടമായാലും ഇല്ലെങ്കിലും ആ ഹയർ ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യേണ്ടതായിട്ട് വരും. സോ ഇപ്പോൾ കിട്ടിയ ഓപ്ഷനിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഹയർ ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്യുക. ആൻഡ് ദെൻ ദാറ്റ് വിൽ ബി കൺസിഡേർഡ് ആസ് എ പെർമനൻറ്റ് അലോട്ട്മെൻറ്റ്. ഇപ്പോൾ യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കുക. ഇനി സെക്കൻഡ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും ഒരു ടെമ്പററി അഡ്മിഷനാണോ പെർമനൻറ്റ് അഡ്മിഷനാണോ എന്നുള്ള രീതിയിൽ നിങ്ങൾക്കൊരു ഓപ്ഷൻസ് വരുന്നതാണ്. വിച്ച് മീൻസ് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ടെമ്പററി അഡ്മിഷൻ എടുക്കാനുള്ളൊരു പ്രൊവിഷൻ ഉണ്ടാവും സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ. അപ്പോൾ കോളേജിൽ അതിനനുസരിച്ച് നമ്മൾ റെസ്പെക്റ്റീവ് കോളേജസിൽ അഡ്മിഷൻ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടതാണ്. പിന്നെ സർട്ടിഫിക്കറ്റ്സ് കോളേജിൽ പ്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ അറിയാം. അതായത് നമ്മൾ നേരിട്ട് പോകേണ്ട കാര്യമില്ല, നമ്മൾ പോസ്റ്റൽ വഴി ആയിരിക്കും അയക്കേണ്ടി വരിക ബിക്കോസ് ഓഫ് ദിസ് കോവിഡ് പാൻഡമിക്. സോ നമ്മൾ ഓൺലൈനായിട്ടായിരിക്കും മോസ്റ്റ് ഓഫ് ദ പ്രൊസീജിയേഴ്സും വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് അഡ്മിഷൻ എടുക്കേണ്ടതെന്നുള്ള ഡീറ്റെയിൽസ് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാലാണ് യൂണിവേഴ്സിറ്റി ക്ലിയർ ആയിട്ട് പറയുക. ഇനി സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ പെർമനൻറ്റോ ടെമ്പററിയോ അഡ്മിഷൻ എടുത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ക്യാൻസൽ ആവുന്നതായിരിക്കും. ഓക്കെ,
ഇപ്പോൾ പറഞ്ഞിട്ടുള്ളതുപോലെ നമ്മൾ ജസ്റ്റ് ഫീ അടച്ച് വെയിറ്റ് ചെയ്താൽ പോരാ. സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ കോളേജിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. കോളേജിന് വിളിച്ച് നമ്മുടെ ഡീറ്റെയിൽസ് പറയേണ്ടതായിട്ടൊക്കെ ഉണ്ട്. ആ ടൈമിൽ നമ്മൾ ടെമ്പററി അല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടില്ല എങ്കിൽ നമ്മൾ അലോട്ട്മെൻറ്റിൽ നിന്ന് പുറത്താവും. ഫർദർ അലോട്ട്മെൻറ്റ്സിലൊന്നും നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിയില്ല. അതുമല്ല നമുക്ക് അഡ്മിഷൻ കിട്ടൂല. സോ ടേക്ക് എ നോട്ട് ദാറ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കോളേജുമായിട്ട് കോൺടാക്റ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ നമ്മളവിടെ ടെമ്പററി ഓർ പെർമനൻറ്റ് ബേസിസിൽ അഡ്മിഷൻ എടുക്കേണ്ടതുമാണ്. സോ ഇതാണ് ജനറലായിട്ട് നമ്മൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നാൽ നോക്കേണ്ട കാര്യങ്ങൾ. ഇപ്പം നിങ്ങൾക്ക് ചെയ്യാവുന്നത് ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് നോക്കുക, സൈറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള റാങ്ക് ഡീറ്റെയിൽസ് നോക്കുക, അതായത് ഇൻഡെക്സ് മാർക്ക് ഡീറ്റെയിൽസ് നോക്കുക. അപ്പോൾ നമ്മൾ ഏകദേശം ഏത് റേഞ്ചിൽ വരും എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. നെക്സ്റ്റ് അലോട്ട്മെൻറ്റിൽ പോസിബിലിറ്റി ഉണ്ടോ എന്നുള്ളത്. പിന്നെ പല കോളേജിലും സീറ്റ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സോ യു ഹാവ് ഹോപ്പ്, അതായത് അടുത്ത അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. സോ hope this is fine. So thank you for watching. Thank you.